guys, welcome back to my YouTube channel. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി അമർത്താം. ഇനി എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന് തമ്മിൽ കണ്ടിട്ടായിരിക്കും. അതായത് എക്സസൈസ് ചെയ്യാണ്ട് എങ്ങനെ തടി കുറയ്ക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും മടിയന്മാരാണ്. എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യാനും മടിയാണ്. എക്സസൈസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളെപ്പോഴും എന്ത് നോക്കും, നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാൻ നോക്കും. നമ്മൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം പലതരം ഡയറ്റ് ഉണ്ട്. കീറ്റോ ഡയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് പിന്നെ ഡയറ്റിൻ്റെ ഇതിലിടാൻ പറ്റില്ല. അതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വേ ആണ്. അതെന്തായാലും അവിടെ കിടക്കട്ടെ. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട്, അതായത് നമുക്ക് അപ്പോഴും എക്സസൈസ് എടുക്കാൻ നമുക്ക് മടിയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, എക്സസൈസ് എടുക്കാണ്ട് തന്നെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എക്സസൈസ് ഇതിലില്ല, പക്ഷേ ചെറുതായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അതായത് ചെറുതായിട്ട് നടത്തും, ചെറിയ തോതിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് നീറ്റ് ടെക്നിക്. നീറ്റ്, NEAT. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന മറ്റേ നീറ്റ്നെസ്സിൻ്റെ നീറ്റല്ല, ഈ നീറ്റിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. നോൺ ആക്ടിവിറ്റി എക്സസൈസ് തെർമോസിസോ അങ്ങനെ ഉണ്ട്. ഞാൻ നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്കും ഇത് എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കുന്ത്രാണ്ടാണെങ്കിൽ എൻ്റെ തലയിൽ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോസിസ്, അതായത് വർക്കൗട്ട് ചെയ്യാണ്ട് എങ്ങനെ തടി കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാലറീസ് ബേൺ ആവുമല്ലോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം വർക്കൗട്ട് ചെയ്യുമ്പോൾ കാലറീസ് ബേൺ ആവും. പക്ഷെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ നടക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഫോൺ വിളിക്കുമ്പോഴായിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്ന് കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലറി ബേൺ കൂട്ടിയാൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പണ്ടത്തെ ആൾക്കാർ, ഇപ്പം നമ്മുടെ മുത്തശ്ശിമാരുടെ അമ്മമാർ, ആ ഒരു കാലഘട്ടം അവരൊക്കെ ഇപ്പം വർക്കൗട്ട് ചെയ്തിട്ടല്ല. പക്ഷെ അവർക്കൊന്നും അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഭയങ്കര തടി വെച്ചിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരൊക്കെ ബോഡി നല്ല ഷേപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല അവരുടെ. അതായത് ഇപ്പം നമ്മുടെ മറ്റേ അരിമാവ് മറ്റേ കല്ലിലിട്ടാട്ട, കല്ലിൽ തന്നെയല്ലേ അതിന് പറയാം, ആ കല്ലിലിട്ടാട്ട, പിന്നെ മറ്റേ നമ്മൾ ചമ്മന്തി അരിക്കുമ്പോൾ മറ്റേ ഈ ഒരലാണോ എന്തായാലും ആ സംഭവം ഇങ്ങനെ ആക്കുന്ന സംഭവം, അതിലൊക്കെ ആയിരുന്നു അവർ എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ ദൂരം അവർ നടക്കുമായിരുന്നു. നമ്മുടെ പോലെ ഇപ്പം സ്കൂട്ടി അല്ലെങ്കിൽ കാർ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നത്തെ സാഹചര്യം. അപ്പം പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാം ഈവൻ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മടിയന്മാരാവുന്നുണ്ട്, നമ്മുടെ വെയിറ്റ് ഗെയിനിന് കാരണമാവുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട നമ്മൾ എന്നും ചെയ്യുന്ന ചില ആക്ഷൻസ് അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എക്സസൈസ് ഇല്ലാണ്ട് തന്നെ കൂടുതൽ കാലറി ബേൺ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി ഫോൺ വിളിക്കാം. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്നും വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പൊതുവെ ഇരുന്നും കിടന്നും ഒക്കെ ആയിരിക്കും കൂടുതൽ വിളിക്കുന്നുണ്ടാവും. ഇതൊന്ന് മാറ്റി നടന്ന് വിളിക്കാൻ ശ്രദ്ധിക്കാം. അതായത് എന്താ പറയുക, നമുക്ക് തന്നെ അറിയാം നമ്മൾ നടക്കുകയാണ്, നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കണം. അതായത് കാലറീസ് കൂടുതൽ ബേൺ ആവും. നമ്മൾ ഇരിക്കുന്നതിനേക്കാളും കാലറീസ് എന്തായാലും നടക്കുമ്പോൾ ബേണാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോൺ വിളിക്കുക, ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് വിളിക്കുക. നമ്മളിപ്പോൾ അരികത്താരോ പാട്ടിലൊക്കെ ദിലീപ് നടക്കുന്നില്ലേ, അതേപോലെ നടക്കേണ്ട ആൾക്കാർ വട്ടാന്ന് പറയും, എന്തായാലും അതേപോലെ നടക്കട്ടെ. അപ്പം എന്തായാലും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എന്താ പറയുക ബോഡിയിൽ നിന്ന് കൂടുതൽ കാലറീസ് ബേൺ ആവും. ഇതൊരു വേ.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുക വിചാരിക്കും. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പിള്ളേർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇരുന്ന് വായിക്കാണ്ട് നടന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ കൂടുതൽ കാലറീസ് കമ്പാരിറ്റീവ്ലി ബേൺ ആവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ പറയാൻ എനിക്ക് ഒരു അർഹതയില്ല, കാരണം ഞാനിത് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആയിട്ട് ആരെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും കാലറീസ് ബേൺ ആവണമെങ്കിൽ ആവട്ടെ. അതായത് നമ്മുടെ വീട്ടിലെ പണികൾ ഉണ്ടാവുമല്ലോ, വീട്ടിലെ പണികളിലൊക്കെ വീട്ടുകാരൊന്ന് ഹെൽപ്പ് ചെയ്യുക, അമ്മേനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മുറ്റടിച്ച് വരിക, പിന്നെ തുടയ്ക്കുക, പിന്നെ എന്തൊക്കെ അങ്ങനെ ഓരോ പണികളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അടിച്ചു വരുന്നൊക്കെ പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റ് നടക്കത്തില്ല. നമ്മൾ കുനിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം എന്താ പറയുക ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, അപ്പം അങ്ങനെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ലിഫ്റ്റ് ഉണ്ട് വിചാരിക്കും. ഇപ്പോൾ കോളേജ് ഓഫീസിലൊക്കെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ കയറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ബോഡിയിൽ നിന്ന് കൂടുതൽ ഫാറ്റ് ബേൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ വെള്ളം നമ്മൾ നിറയ്ക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആകുമ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ വലിയ ബോട്ടിൽ നിറയ്ക്കേണ്ട ചെറിയ ബോട്ടിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം നിറയ്ക്കാൻ പോകും, വെള്ളം നിറയ്ക്കാൻ താഴേക്ക് ഇറങ്ങി പോകും. അപ്പോൾ താഴേക്കാണ് വെള്ളം, താഴെ എവിടെയോ ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നനങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ ചെറിയ ദൂരത്തിലൊക്കെ ആണെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ കാറൊന്നും എടുക്കാണ്ട് നടന്നു പോവുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് വേണ്ടതല്ല. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്ക് ഇടയിൽ വർക്കൗട്ടൊക്കെ സ്കിപ്പായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അധികം തടി വെക്കില്ല. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വർക്ക് കൂടിയ ടൈമിലൊന്നും വർക്കൗട്ടൊന്നും പ്രോപ്പറായിട്ട് നടന്നോളുന്നില്ല. അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുക വിചാരിച്ചിട്ട് നിങ്ങൾ ഡെയിലി ഇത് മാത്രം ചെയ്ത് എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് തോന്നിയ പോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തടി വെക്കില്ല ഒന്നും ഞാൻ പറയുന്നില്ല, തടി വെക്കും. ഇതിപ്പോൾ ചെറിയ ടിപ്സും ട്രിക്സുമാണ്. അതായത് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എന്താ പറയുക ഇത് വർക്കൗട്ടൊക്കെ സ്കിപ്പായി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നൊരു എന്താ പറയുക ഒരു വഴിയില്ല, അല്ലെങ്കിൽ ബിസി ആയി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഉണ്ടാവുമല്ലോ. ഈ ബ്രേക്ക് ടൈമിൽ ജസ്റ്റ് ഒന്ന് വന്ന് കോറിഡോർ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് തിരിച്ചു ഇരിക്കുക. അപ്പം നമ്മൾ വേണം ഇൻറ്റൻഷനലി നമ്മൾ കൂടുതൽ നടക്കാനും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലോട്ട് വരാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതൽ മൊബൈലിൽ ഗെയിംസ് കളിക്കുന്നൊക്കെ പിള്ളേർക്കൊക്കെ കൂടുതലാണല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക ഓടിക്കളിക്കുക. ഇപ്പം ഓടിക്കളിക്കുക ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒച്ച് കളി, കക്ക് കളി, പിന്നെ മറ്റേ കളർ പിടിച്ചിട്ട് മറ്റേ ടുംമാലാക, എല്ലോടി സ്റ്റോപ്പ്, അങ്ങനെ കുറേ ഗെയിംസ് നമ്മൾ ചെറുപ്പത്തിൽ, ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിരുന്നു, ഇപ്പോഴും കളിക്കാറുണ്ട്. എപ്പോഴും കസിൻസൊക്കെ വന്നു ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒളിച്ചളിക്ക് കളിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ബോഡി ഒന്ന് സെറ്റ് ആവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പം മെയിനായിട്ട് മൂവ് ചെയ്യുക, മൂവ്മെൻറ്റ്സ് കൂട്ടാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇരുന്ന് അരയ്ക്കാനും അമ്മിക്കല്ല് എടുത്ത് ഇതാക്കാനൊന്നും നമുക്ക് പറ്റില്ല, നമ്മുടെ സാഹചര്യം അതല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പം എല്ലാവർക്കും മിക്സി ഉണ്ട്, അതുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം അതല്ല. പക്ഷെ നമുക്ക് ഉള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ നമുക്കുള്ള സൗകര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി വെച്ചിട്ടാണ് നമുക്ക് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നീറ്റ് ടെക്നിക്ക്. ഒന്നുമില്ല, മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ മാക്സിമം മൂവ് ചെയ്യുക, മാക്സിമം എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുക, പിന്നെ ഫോൺ വിളിക്കുമ്പോൾ നടക്കുക, പിന്നെ അതേപോലെ തന്നെ പഠിക്കുമ്പോൾ നടക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തടി കൂടാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് എന്നും ഇത് ചെയ്യണമെന്നല്ല, കഴിയുന്നതും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നാണ്. ഇൻ കേസ് ഏതെങ്കിലും ദിവസം സ്കിപ്പ് ആവുകയാണെങ്കിൽ
ആണെങ്കിൽ. ഇപ്പൊ സ്കിപ്പ് ആയില്ലെങ്കിൽ പോലും ഇത് ചെയ്യുന്നത് നല്ലതാട്ടോ. അതായത് ഇപ്പൊ ഞാനൊക്കെ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, എന്നാൽ പോലും ഞാൻ എനിക്കൊരു കോൾ വന്നാൽ ഞാൻ നടന്ന് സംസാരിക്കാം. അപ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കാര്യങ്ങളൊക്കെ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.